നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 18, 2026 ബുധൻ. അങ്ങനെ നമ്മൾ ഇന്ന് മുതൽ നിഫ്റ്റിയുടെ ഈ മാസത്തെ മന്ത്ലി എക്സ്പയറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നുകൊണ്ട് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. IT, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ ബൈങ്ങിനെ തുടർന്ന് നേരിയതാണെങ്കിലും ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം നിലനിർത്തുവാൻ സാധിച്ചു. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ അതിശക്തമായ സെല്ലിംഗിന് ശേഷം 925.21 കോടി രൂപയ്ക്ക് വീണ്ടും ഇന്നലെ ബൈയിങ്ങും നടത്തുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 187.04 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്നലെ നിഫ്റ്റിക്ക് ഇൻട്രാഡേ ബേസിസിൽ 25,750 എന്ന ലെവൽ മറികടക്കുവാൻ സാധിച്ചിരുന്നു. ഈ ലെവൽ നിലനിർത്താൻ ആയില്ലെങ്കിൽ കൂടിയിട്ടും ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 25,750 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 25,900, 26,000 എന്നീ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,600 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 25,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഏസ്മാൻ എഞ്ചിനീയറിംഗ് വർക്ക്സ്, ഓറിയന്റ് ട്രേഡ് ലിങ്ക് തുടങ്ങിയ കമ്പനികൾ ഇന്ന് അവയുടെ Q3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 7 മണിയോടുകൂടി കാനഡയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയിൽ ഡിസംബറിലെ 2.4% നിന്നും ജനുവരി ആയപ്പോൾ 2.3%ലേക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ഇടിവരകപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്ന ഒരു ദിനമാണ്. എസ്പെഷ്യലി US-ൽ നിന്നും രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 5:20 ജപ്പാനിൽ നിന്നും ജനുവരി മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 UK-ൽ നിന്നും ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസും നടക്കാനിരിക്കുന്നു. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിയോടുകൂടി US-ൽ നിന്നും നവംബർ മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ്സിന്റെയും ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റയുടെയും റിലീസ് ഉണ്ട്. അതേസമയം തന്നെ ഡിസംബർ മാസത്തെ ഹൗസിംഗ് സ്റ്റാർട്ട്സിന്റെയും ബിൽഡിംഗ് പെർമിറ്റ്സിന്റെയും കൂടാതെ ഡിസംബർ മാസത്തിൽ തന്നെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിന്റെയും ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. US വ്യാപാര കരാറിന് കീഴിലുള്ള ജപ്പാന്റെ ആദ്യ $550 ബില്യൺ നിക്ഷേപം US പ്രസിഡന്റ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. കൂടാതെ പ്രധാനപ്പെട്ട ഊർജ ധാതു പദ്ധതികൾ അദ്ദേഹം അനാച്ഛാദനം ചെയ്യുകയുമുണ്ടായി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADRന് 2% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടും ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇൻഫോസിസ് ADRന് 0.5%, HDFC ബാങ്ക് ADRന് 1%, ICICI ബാങ്ക് ADRന് 1%, ഡോക്ടർ റെഡ്ഡീസ് ADRന് 2% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. തിങ്കളാഴ്ച പ്രസിഡന്റ് ഡേയോടനുബന്ധിച്ച് US മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നതിനാൽ തന്നെ നീണ്ട വാരാന്ത്യത്തിന് ശേഷം ഓപ്പണായ US മാർക്കറ്റിൽ ഇന്നലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട തടസ്സ ആശങ്കകൾ വിപണിയെ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. തൽഫലമായി ഇന്നലെ US മാർക്കറ്റില് ഓഹരികളിൽ സമ്മിശ്ര പ്രകടനമാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. തുടർന്ന് S&P 500-നും നാസ്ഡാക്കിനും നേരിയ നേട്ടത്തോടുകൂടി മാത്രമേ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേരിയ നഷ്ടത്തിലാണ് നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് 0.25%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1%-അടുത്ത് നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിലും
നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $67.38 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $62.22 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില $4,878.41 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.98 എന്ന നിലയിലും മാക്സ് പെയിൻ 25,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വോൾട്ടാലിറ്റി നിലനിൽക്കുമ്പോഴും പോസിറ്റീവ് മൂഡ് നിലനിർത്തുവാൻ സാധിച്ചതിനെ തുടർന്ന് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. RSIയിലും നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് 51.81 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. കൂടാതെ നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 26,200 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് അതേസമയം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.3 എന്ന നിലയിലും മാക്സ് പെയിൻ 60,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. പോസിറ്റീവ് ബയാസിനെയും ലോവർ ലെവൽസിലുള്ള ബൈയിങ് ഇൻട്രസ്റ്റിനെയും സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ദൃശ്യമാകുന്നത്. കൂടാതെ ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ഇന്നലെയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 62.12 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 61,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് അതേസമയം പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത് െങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സാത്വിക് ഗ്രീൻ എനർജി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സാത്വിക് സോളാർ ഇൻഡസ്ട്രീസിന് 44.10 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. ഇറ്റേണൽ തങ്ങളുടെ ബിസിനസ്സിലുടനീളം കൃത്രിമ ബുദ്ധി കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പൺ AI തന്ത്രപരമായ സഹകരണം വികസിപ്പിച്ചതായി കമ്പനി അറിയിച്ചു. ദിലീപ് ബിൽഡ്കോൺ ഗുജറാത്ത് സർക്കാരിന്റെ നർമ്മദ ജലവിഭവ ജലവിതരണ കൽപ്പാസർ വകുപ്പിൽ നിന്ന് 702 കോടി രൂപയുടെ പദ്ധതി കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ദാബർ ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ശ്രീ ഹർജിത് എസ് ബല്ലഭയെ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിച്ചു. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ബേൺപൂരിലെ ഒരു ക്യാപ്റ്റീവ് പവർ പ്ലാന്റിനായി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് കമ്പനിക്ക് 1,200 കോടി രൂപ മുതൽ 1,500 കോടി രൂപ മൂല്യം വരുന്ന കരാർ ലഭിക്കുകയുണ്ടായി. NDL വെഞ്ചേഴ്സ് ഹിന്ദുജ ലയലാൻഡ് ഫിനാൻസിനെ NDL വെഞ്ചേഴ്സുമായി ലയിപ്പിക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ രണ്ടാമത്തെ ഇൻട്രീം ഡിവിഡന്റ് പരിഗണിക്കുന്നതിനായി ഫെബ്രുവരി 26 ഡയറക്ടർ ബോർഡ് യോഗം ചേരുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ബോഷ് 2026 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ശ്രീ ടിൽമാൻ ഓൺസനെ നിയമിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. MIC ഇലക്ട്രോണിക്സ് കമ്പനിയുടെ പ്രൊമോട്ടർ എന്റിറ്റിയായ RRK എന്റർപ്രൈസസ് 8.4 കോടി രൂപ മൂല്യം വരുന്ന ഷെയറുകൾ അഥവാ 20 ലക്ഷം ഷെയറുകൾ 0.82% സ്റ്റേക്ക് 42 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുകയുണ്ടായി. യാത്ര ഓൺലൈൻ കമ്പനിയുടെ പ്രൊമോട്ടർ എന്റിറ്റിയായ THCL ട്രാവൽ ഹോൾഡിംഗ് സൈപ്രസ് 28.33 ലക്ഷം ഷെയറുകൾ 1.8% സ്റ്റേക്ക് 158.05 രൂപ പെർ ഷെയർ എന്ന നിലയിൽ 44.77 കോടി രൂപയ്ക്ക് ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.